സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ ആശ്വാസ വാർത്ത വന്നേക്കാം. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് ഏകദേശം 10,000 രൂപ വരെ വില കുറയാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായിട്ടുള്ള സൂചനകളാണ് കിട്ടിയത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്നും 15% കേന്ദ്രം ഉയർത്തിയത്. ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ അനിശ്ചിതത്വം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് നാം കടന്നത്. അതേസമയം തുടർന്നുള്ള മാസങ്ങളിലും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയിൽ കാര്യമായ കുറവുണ്ടായില്ല. മറിച്ച് ഉയർന്ന ഇറക്കുമതി തീരുവ കള്ളക്കടത്തിന് കൂടുതൽ വഴിയൊരുക്കിയെന്ന വിമർശനം കൂടിയായിരുന്നു ശക്തമായത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യ പ്രതിവർഷം ശരാശരി 800 ടൺ സ്വർണ്ണമാണ് ഇറക്കുമതി ചെയ്യുന്നത്. തീരുവ 15% ഉയർത്തിയതിനു പിന്നാലെ അനധികൃത സ്വർണ്ണക്കടത്തിലും വർധനയുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ 15% ഇറക്കുമതി തീരുവ വീണ്ടും പഴയ നിരക്കായ 6% കുറച്ചാൽ കേരളത്തിൽ 1 ഗ്രാം സ്വർണത്തിന് 1200 രൂപയിലധികം വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് 1 പവന് ഏകദേശം 10,000 രൂപയോളം ഒരു പക്ഷേ കുറഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, തീരുവ കുറയ്ക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നിലവിൽ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വിപണി സൂചനകളുമാണ്. ഇറക്കുമതി തീരുവ കുറച്ചാൽ കള്ളക്കടത്തിനെ നിയന്ത്രിക്കാനും നിയമപരമായി ഇറക്കുമതി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെയും വിലയിരുത്തൽ. നിലവിൽ കേരളത്തിൽ സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരുമ്പോൾ കൂടിയാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിനിടെ ആഗോള വിപണിയിലെ മാറ്റങ്ങളെ തുടർന്ന് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടവും ഒരു ഭാഗത്ത് തുടരുന്നു. അതായത് കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവയിൽ കത്തിവെച്ചാൽ സ്വർണ്ണവിലയിലും വലിയ കത്തിവെട്ടുണ്ടായേക്കും. പവന് 10,000 രൂപയുടെ ഇടിവ് അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് കണ്ടറിയാൻ ഇനി കേന്ദ്രത്തിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.